ഹലോ ട്രേഡേഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിനു മുന്നേ പഠിച്ച ട്രെൻഡ് ലൈൻ മാത്രം വെച്ചിട്ട് ഡെയിലി ഒരു 1000 രൂപ എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ട്രെൻഡ് ലൈനിൽ 3 തരത്തിലുള്ള എൻട്രിയാണ് വരുന്നത്. ഒന്ന് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ, അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട്, റീടെസ്റ്റ്. സോ ഇതൊരു ബ്രേക്ക് ഔട്ടിൻ്റെ രീതിയിലാണ് ഈ ട്രേഡ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഓൾമോസ്റ്റ് വലിയൊരു ടാർഗറ്റ് ഒന്നും വെക്കുന്നുമില്ല. ഏകദേശം ഒരു 1:1. ഞാനൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു ട്രേഡിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. സോ ഞാൻ ഈ ട്രേഡ് ഒന്ന് എൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് ഏകദേശം 1:1 പ്രീമിയത്തിൽ ഇപ്പം തന്നെ ഏകദേശം കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ ഒരു ക്യാൻഡിലായിരുന്നു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടോ? സോ ഈ ഒരു ക്യാൻഡിലിൻ്റെ ടോപ്പിലായിരുന്നു നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തന്നെ കണ്ടോ, ഏകദേശം ഒരു കുറച്ച് നേരം കൊണ്ട് തന്നെ നമുക്ക് 1:1 സിമ്പിളായിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് പ്രീമിയത്തിൽ തന്നെ. സോ ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രേഡ്, ഞാനിത് ട്രേഡ് എടുത്തല്ല, അതൊന്ന് ലോജിക്കും കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് പറഞ്ഞു തരുന്നതാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏകദേശം 1:1 കിട്ടി. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രേഡ് ഇനി മാക്സിമം റൈഡ് ചെയ്യാനായിട്ട് വിടാം. നമ്മുടെ ടാർഗറ്റ് വരെ എത്തുന്നവരെ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രേക്ക് ഇവനിൽ വെച്ചിട്ട് ഈ ഒരു ലെവലിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഏകദേശം ടാർഗറ്റ് എത്തുന്നവരെ അത് റൈഡ് ചെയ്യാനും വിടാം. കാര്യങ്ങൾ കണക്റ്റ് ആവുന്നുണ്ടോ? അതേപോലെ തന്നെ ഈ ഒരു ചാർട്ടിലായാലും നോക്കി, നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 22,200 പുട്ട് ഓപ്ഷനിലാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് വരും എന്നുള്ള വ്യൂ പ്രകാരം. അതേപോലെ തന്നെ ഇതിലിപ്പോൾ 22,200 എന്ന് പറയുമ്പോൾ ഇത് അറ്റ് ദ മണി കോൾ ഓപ്ഷനിലാണല്ലോ, അല്ല അറ്റ് ദ മണി ഓപ്ഷനാണ്. അതിൽ തന്നെ ഇതിൻ്റെ ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. നമ്മുടെ സ്റ്റോപ്പ് ലോസും അത് തന്നെയാണ്. ഏകദേശം ഒരു 15 പോയിൻ്റാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസും വന്നേക്കുന്നത്. അപ്പോൾ നോക്കി, പ്രീമിയത്തിലാണെങ്കിലും ഏകദേശം ഒരു 8 രൂപയ്ക്ക് അടുത്താണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ആയി കേൾക്കുന്നു. ഞാൻ പിന്നെ ഒരു സിങ്ങിൻ്റെ ലോ കണക്ട് ചെയ്തിട്ട് തന്നെയായിരുന്നു, ഏകദേശം ചാർട്ടുമായിട്ട് സിങ്ക് ആവുന്നതുകൊണ്ട് ആ ഒരു ലോജിക്ക് പ്രകാരമായിരുന്നു എൻട്രി ഇപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഒരു കുറച്ച് നേരം കൊണ്ട് തന്നെ ഏകദേശം 1:1 കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡ് നമുക്ക് എഗെയിൻസ്റ്റ് പോയാലും പ്രശ്നമില്ല, കാരണം നമ്മൾ ബ്രേക്ക് ഇവനിലാണ് നിൽക്കുന്നത്. നോക്കാം ഇത് മാക്സിമം റൈഡ് ചെയ്യാൻ പറ്റുമല്ല, ഇത് കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. പിന്നെ ഇതിനകത്ത് നമ്മൾ പറയുന്ന കാര്യം, ഇതിന് മുന്നേ നമ്മൾ ട്രെൻഡ് ലൈൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹയർ ടൈം ഫ്രെയിമിൽ എങ്ങനെ മാർക്കറ്റിൻ്റെ ട്രെൻഡും കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട്, അതുപോലെ തന്നെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നല്ല എൻട്രീസ് ഒക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാവാത്തവർ അല്ലെങ്കിൽ കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കണ്ടിട്ട് വരും. അതുപോലെ തന്നെ ഈ ഓപ്ഷൻസിലാണെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ പ്രീമിയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡെൽറ്റേൻ്റെ കാര്യത്തിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം ഓപ്ഷൻസിൽ മൊമെൻ്റമാണ് നമുക്ക് വേണ്ടത്, അതാദ്യം മനസ്സിലാക്കണം. സ്റ്റോക്കിലൊക്കെ ട്രേഡ് ചെയ്യുന്ന പോലെയല്ല, നല്ല മൊമെൻ്റം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേഡ് നമുക്ക് നേരെ ലോസിലേക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം തന്നെ ഈ ചാർട്ട് കണക്റ്റ് ആവുന്നുണ്ടോ? ഈ ഒരു ചാർട്ടിൽ നിഫ്റ്റി അത്യാവശ്യം നമ്മുടെ ടാർഗറ്റ് ഏരിയയ്ക്ക് അടുത്തെത്തിയിട്ടുണ്ടെങ്കിലും പ്രീമിയത്തിൽ കണ്ടോ അവിടെ സ്റ്റക്കായി നിൽക്കുന്നതുകൊണ്ട് തന്നെ മൊമെൻ്റം കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഏകദേശം ബ്രേക്ക് ഇവനിലേക്ക് എത്താനായിട്ടുണ്ട്. എന്നാലും നമുക്ക് പ്രശ്നമില്ല, കാരണം അതുതന്നെ പറഞ്ഞാൽ ഈ ഒരു 3 ക്യാൻഡിൽ കണ്ടോ, ഇവിടുത്തെ ഈ ഒരു 3 ക്യാൻഡിൽ മൂവ് ചെയ്തപ്പോൾ പ്രീമിയത്തിൽ വന്ന മൊമെൻറ്റവും അതേപോലെ തന്നെ ബാക്കി ഇത്രയും ട്രേഡ് ഇത്രയും നേരം ഇവിടെ ഒന്ന് മാർക്കറ്റ് സ്റ്റക്കായി നിന്നപ്പോഴത്തേക്കും നമ്മുടെ എൻട്രീൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ളൂ. സോ അപ്പോഴത്തേക്കും പ്രീമിയം ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്രയും മൂവ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ചാർട്ടിൽ, ഇപ്പോൾ സ്പോട്ട് ചാർട്ടിലാണെങ്കിൽ 1:1 ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴും പ്രീമിയം നോക്കി നടക്കുന്നത്. സോ ഇതുകൊണ്ട് എപ്പോഴും മൊമെൻറ്റം ക്യാച്ച് ചെയ്യാനുള്ള ഒരു രീതിയിൽ വേണം ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ലോജിക്കും കാര്യങ്ങളൊന്ന് എങ്ങനെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഐഡിയ തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ സേഫ് ആയിട്ടുള്ള രീതി ഇതാണ്. ഞാൻ ഏകദേശം 1:1 കിട്ടിക്കഴിഞ്ഞാൽ റൈഡ് ചെയ്യാനുള്ള പൊസിഷനാണെങ്കിൽ ഞാനിവിടെ കുറച്ച് ലോജിക്കും കാര്യങ്ങളും കണക്റ്റ് ആക്കിയിട്ട് ആ ഒരു ട്രേഡ് റൈഡ് ചെയ്യാറാണ് പതിവ്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ചാർട്ടിലും. നോക്കാം, ഒന്നെങ്കിൽ നല്ലൊരു പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ഇവനിൽ എക്സിറ്റ് ചെയ്ത് പോകാം. സോ നമ്മളതിൽ കുറച്ച് പേഷ്യൻസായി വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടില്ല, ഏകദേശം ഒരു 2000 പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു കുറച്ച് നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് ആ എടുത്ത ട്രേഡ് ഒന്ന് എന്താ പറയുക, നമ്മളൊന്ന് ബ്രേക്ക് ഇവനിൽ സെറ്റ് ചെയ്തിട്ടായിരുന്നു വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഇപ്പോൾ ഈ നിഫ്റ്റി തന്നെ അല്ലെങ്കിൽ ഈ സ്പോട്ട് ചാർട്ടിൽ തന്നെ നോക്കുകയാണെങ്കിലും നല്ലൊരു മൊമെൻറ്റം നമുക്കവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പ്രീമിയത്തിലാണെങ്കിലും നോക്കി ഏകദേശം ഒരു 20 പോയിൻറ്റ്സ് നമുക്ക് സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് പേഷ്യൻസോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. ഈ ഒരു ട്രേഡിൽ ഇപ്പോൾ എൻ്റർ ചെയ്യാനായിട്ട് പ്രീമിയത്തിൻ്റെ വാല്യൂ ആണെങ്കിൽ വലിയൊരു നമുക്ക് എന്താ പറയുക ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ചെറിയ ക്യാപിറ്റൽ കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 2000 പ്രോഫിറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടാകും. കാരണം ഒരു 100 ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പോൾ ബൈ ചെയ്യുന്നത് വെക്കുക. നമുക്കൊരു 100 ക്വാണ്ടിറ്റി ബൈ ചെയ്യാനായിട്ട് വലിയൊരു ക്യാപിറ്റലിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൽ തന്നെ ഒരു ഇത്ര നേരം മൂവ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് പ്രീമിയത്തിലാണെങ്കിൽ അത്യാവശ്യം ഒരു മൊമെൻറ്റം വലിയൊരു കുഴപ്പമില്ലാത്ത രീതിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും 100 ക്വാണ്ടിറ്റിയിൽ ഇപ്പോൾ ഈ ഇതിലൊരു 20 പോയിൻ്റാണ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയത് പ്രീമിയത്തിൽ. സോ സിമ്പിളായിട്ട് 2000 പ്രോഫിറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടല്ലോ.
ഇത്രയും ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അതിനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുപോകാതിരിക്കും. അതുപോലെ തന്നെ സ്ട്രാറ്റജി ആണെങ്കിൽ അത്യാവശ്യം അതിനകത്ത് കോൺഫിഡൻസ് വേണം. പിന്നെ നമ്മൾ ഈ ഒരു ട്രേഡ് റിയൽ ട്രേഡ് എടുത്തതല്ല, അതിൻ്റെ ലോജിക്കും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ഒന്ന് പറഞ്ഞു തരുന്നത് മാത്രമാണ്. ഇപ്പോൾ കണ്ടോ, പ്രീമിയം നല്ല രീതിയിൽ വീണ്ടും ഷൂട്ടപ്പായി പോകുന്നുണ്ട്. ഇതുവരെ കിട്ടിയ ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റും അതുപോലെ തന്നെ ഇപ്പോൾ കിട്ടുന്ന ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റും കാണുന്നില്ലേ. ഇത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 2000 ഇപ്പോൾ തന്നെ ഈ ഒരു ലെവലിൽ 3000 പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. സോ ഇത് ഞാൻ പ്രോഫിറ്റിൻ്റെ ഒരു വലിപ്പം കാണിച്ചിങ്ങനെ പറയുന്നതല്ല, കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ പഠിക്കാം. വീഡിയോ ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും, അതുപോലെ ട്രേഡിങ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.